ഡോക്ടർ കെ വിശ്വനാഥ് നമ്മളെ വിട്ടുവരും. ഇപ്പോ അദ്ദേഹമായിട്ട് അടുപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ കൂട്ടത്തിൽ പ്രവർത്തിച്ചു. എനിക്ക് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലാണ്, അതായത് അദ്ദേഹത്തിന് ഒരു 84 വയസ്സുള്ള സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായിട്ട് സഹകരിക്കുകയും പിന്നീട് ഏതാനും പരിപാടികളിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് സായം. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, അതായത് ഈ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് വരികയും ശാരീരിക അവസ്ഥകളൊക്കെ കാര്യമായി തുടങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പോലും പലപ്പോഴും അവരുടെ യൗവനത്തിലും അവർ നല്ല ജീവിതത്തിലും എല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ശരീരത്തിന് ക്ഷയം സംഭവിക്കുന്നതോടുകൂടി ചിലരിൽ നിന്ന് ഈ മാനസികമായിട്ടും ഈ ആശയങ്ങൾ വിട്ടുപോകുന്ന ഒരു രീതി നമ്മൾ കാണാം. ശരീരം വളരെയധികം ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ധാരാളം വായിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ഇടപെട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് അതിനനുസരിച്ചുള്ള ശാരീരിക ക്ഷമത കുറയുന്ന സമയത്ത് നമ്മളുടെ വായനകൾ പുതുക്കുന്നു, നമ്മളുടെ പ്രവർത്തനങ്ങൾ പുതുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർ പലപ്പോഴും കൊണ്ടു നടന്ന ആശയങ്ങളെ കാലഘട്ടത്തിന് അനുസരിച്ച് നവീകരിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ പലരും ആദ്യകാലത്തുണ്ടായിരുന്ന ആശയങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നു. അത് ഞാനിപ്പോ ഇവിടുത്തെ എടുത്ത് സൂചിപ്പിക്കാനുള്ള കാരണം വെച്ചാൽ ഡോക്ടർ നാഥിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഈ 84-ാമത്തെ വയസ്സിൽ ഒരു കുടുംബ സംഗമത്തിൽ ചിറ്റാടിസ്ഥാനത്ത് നടന്ന ഒരു ദീപകാശിന്റെ വീട്ടിൽ വെച്ച് നടന്ന കുടുംബ സംഗമത്തിൽ അദ്ദേഹം ആ സംഗമത്തിന്റെ ഒരു കാരണവരായിട്ടാണ് വന്നിരുന്നത്. ആ ഒരു ദിവസം മുഴുവൻ രാവിലെ വന്നിട്ട് ഏതാണ്ട് 5-5:30 മണി പിരിയോളം എല്ലാവരും പോകുമ്പോൾ അവിടെ വന്നിരുന്ന് എല്ലാവർക്കും ആവേശകരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണവും ഇടക്കിടക്കുള്ള ഇന്ററാക്ഷനും ഒരു പ്രസംഗം എന്നുള്ള രീതിയിൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇടക്കിടക്ക് ഇന്ററാക്ട് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ ഞാനിപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ആ കാലഘട്ടത്തിൽ വിശ്വാസ സംഘത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നൊരു കാലഘട്ടം പോയി. നേരത്തെ ഈ വിശ്വാസ ആശയമുണ്ടെങ്കിലും ഈ സംഘടനാ രൂപത്തിനുള്ളിലേക്ക് ആദ്യമായിട്ട് വരുന്ന കാലഘട്ടം. അന്ന് അദ്ദേഹമായിട്ടുള്ള ഇടപെടൽ നമുക്ക് മനസ്സിൽ ഒരുപാട് ഒരു നമ്മൾ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ചിന്താഗതികൾ കൂടുതൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ നമ്മളൊരു പ്രായം ഒരു പ്രശ്നമല്ലെന്നും നമ്മൾ കൂടുതൽ പ്രായമാകുന്നതനുസരിച്ച് വായനകൾ കുറയ്ക്കുകയല്ല, വായനകൾ കൂട്ടുകയാണ് വേണ്ടതെന്നും അതല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന, അതായത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തിൽ നിന്ന് നമുക്ക് ഒരുമാതിരി ഒരു മടിയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊ എന്തിനാണ്, അല്ലെങ്കിൽ ഇനി എന്തിനാണ് നമ്മൾ ഒരുപാട് പഠിക്കുന്നത്, ഇനി എന്തിനാണ് നമ്മൾ ഒരുപാട് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത്, അതൊക്കെ മറ്റാരെങ്കിലും നോക്കിക്കോളൂ എന്നുള്ള തലത്തിലേക്കുള്ള ചിന്താഗതികളിൽ ഒരുപാട് ആൾക്കാർ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു മാതൃകയായി കണ്ടതെന്ന് വെച്ചാൽ ഇത്രയും അപ്പൊ വരുമ്പോ അദ്ദേഹത്തിന് നടക്കുന്നത് തനിയെ വരുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും ഒരു 84 വയസ്സ് കഴിഞ്ഞ ഒരാളിന്റെ ശാരീരിക അവസരങ്ങൾ ആ സമയത്ത് അദ്ദേഹം. അതിനുശേഷം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാവുന്ന, അതായത് തനിയെ മറ്റൊരാളുടെ സഹായമില്ലാതെ വരാൻ പറ്റാവുന്ന പരിപാടികളിലെല്ലാം അദ്ദേഹം വരികയും പ്രോത്സാഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ ഈ നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ സംഘടനാ പ്രവർത്തനം പോലെയാണ്. 925 മുമ്പ് ജനിച്ച ഒരാളാണല്ലോ, ഒരു 100-104 വയസ്സ് വരെ ജീവിച്ചിട്ടാണ് മരിച്ചത്. അപ്പോ ആ കാലഘട്ടത്തിൽ, അതായത് ഡോക്ടർ നാഥ് ജനിച്ച കാലഘട്ടത്തിന്റെ ആ ഒരു സമയം നമ്മൾ കാണണം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാരവും ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരം തീഷ്ണമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ബാല്യം കടന്നുപോയത്. കൗമാരമൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ യൗവനത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ യൗവനകാലം കഴിഞ്ഞ് കർമ്മോദത്തിലേക്ക് വരുന്നത്. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് അദ്ദേഹം ചികിത്സയും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടം നമ്മൾ ആലോചിക്കും. ഈ 925 ശേഷം ഒരു 10-20-25 വർഷത്തിനിടയിലുള്ള കാലഘട്ടത്തിന്റെ ഒരു മാറ്റത്തിനിടയിൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യം എന്തായാലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല. അപ്പൊ അന്ന് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഡോക്ടർ എല്ലാ രീതിയിലും പ്രവർത്തിക്കാനുള്ള അവകാശമുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പൊ ചില നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളെ തങ്ങിക്കോളിലൊക്കെ ഉണ്ടായിരുന്നു കൃഷ്ണ ഡോക്ടർ. അദ്ദേഹം വലിയ ആശുപത്രി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഞങ്ങളൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഒരു ആശുപത്രി പോകുന്ന ഡോക്ടർ ആശുപത്രിയിലാണ് പോകുന്നത്. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീസ് അത് തന്നെ അങ്ങനെ നല്ലൊരു ആശുപത്രി. അപ്പൊ അങ്ങനെ ഒരു മെഡിക്കൽ പ്രാക്ടീസിനൊക്കെ വലിയ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്വന്തം സാമ്പത്തിക നേട്ടത്തിന് ഉപരിയായിട്ട് സമൂഹത്തിൽ മാറ്റം വേണം. ജനങ്ങളുടെ ഒരു ആരോഗ്യ പ്രവർത്തകന്റെ അടിസ്ഥാന ലക്ഷ്യം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്.
ആ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് കേവലം മെഡിസിൻ പോരാ, അവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണവും വസ്ത്രവും അവർ ജീവിക്കാനുള്ള സാഹചര്യവും വേണമെന്ന് കണ്ടുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തേണ്ട ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒരു ആവശ്യകത അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ചുമതലയാണെന്ന് കണ്ടുകൊണ്ട് സാധാരണ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സമൂഹത്തില് മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അവർക്ക് ജോലി വേണം, അവർക്ക് വരുമാനം വേണം, അവർക്ക് കിടപ്പാടം വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ക്ഷീര കർഷക സംഘടന അദ്ദേഹം സംഘടിപ്പിച്ച ക്ഷീര സൊസൈറ്റി ഇപ്പൊ അദ്ദേഹമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന അദ്ദേഹം മുൻകൈ എടുത്ത് ഉണ്ടാക്കിക്കൊണ്ട ക്ഷീരസംഘം ഇപ്പോഴും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ക്ഷീര കർഷകരെ കാർഷിക വൃത്തിയാണല്ലോ ഒന്ന് പ്രധാനപ്പെട്ട നമ്മളുടെ വരുമാനം. ചേർത്ത താലൂക്കിൽ കാർഷിക വൃത്തി തെങ്ങ്, തേങ്ങ, നെല്ല്, ഈ നെല്ല്, പിന്നെ ഈ പശു, ആട്, കോഴി, ഇതൊക്കെയാണ് നമ്മുടെ വരുമാനമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളാണത്. അപ്പൊ ആ രീതിയിൽ ഒരു ക്ഷീരദർശനം ഉണ്ടായിക്കൊണ്ടുവരാനും അത് നന്നായിട്ട് രീതിയിൽ കൊണ്ടുവരാനും പിന്നെ അതിന്റെ പിൻഗാമികളുടെ വെള്ളത്തിലെ നടത്തിക്കൊണ്ട് പോകാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പന്തിയിൽ നിന്ന് പ്രവർത്തിച്ച അങ്ങനെ ആ സാംസ്കാരിക ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സമൂഹത്തില് ഈ അന്ധവിശ്വാസവും ഈ ജാതി സ്പർദ്ധയും നിങ്ങൾക്കിപ്പോ ഇതൊന്നും എല്ലാവരും പിന്നെ ഒരു പ്രവർത്തകരാകണമെന്ന് പറയേണ്ട കാര്യമല്ല. നിശ്ചിത കാലത്തിൽ മനുഷ്യൻ നിലനിൽക്കേണ്ട ഒരു കാലഘട്ടം അന്നാണ് അദ്ദേഹം ജനിക്കുമ്പോഴും ആ കാലഘട്ടമുണ്ട്. ഓരോ ജാതിയിലുംപ്പെട്ട ഒരു നിശ്ചിത കാലത്തിൽ നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ജനിച്ചയാളാണ്. അതിന്റെ ഒരു പക്ഷെ കുറച്ചൊക്കെ എങ്കിലും അനുഭവിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം പറയാനുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രദേശത്തുള്ള കോളനിയിലുള്ള ആൾക്കാർ പിന്നെ രണ്ടുതരം കോളനികളുണ്ട്. ഈ കോളനിയിലുള്ള ആൾക്കാർ ആയിട്ടൊന്നും ആരും സഹകരിക്കുന്നില്ല. അങ്ങനെ കണ്ടാണ് ഞാൻ വളർന്നത്. എന്റെ സ്കൂളിൽ പഠിക്കുന്ന ആളാണ്. അപ്പൊ നാഥന്റെ കാലത്ത് എന്തായിരിക്കും? അപ്പൊ അങ്ങനെ മനുഷ്യർ തമ്മിലുള്ള അകൽച്ചയും ജാതിയുടെ അടിസ്ഥാനത്തിൽ വർണ്ണത്തിന്റെ കളറിന്റെ അടിസ്ഥാനത്തിലുള്ള അകൽച്ചയും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ബാല്യവും കൗമാരം കടന്നുപോയിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ വന്ന അദ്ദേഹം ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സാമൂഹ്യ പ്രവർത്തനത്തിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഉൾപ്രതിഷ്ഠങ്ങളെ പോലെ ഈ മിശ്ര ഭോജനവും അതുപോലെ തന്നെ മിശ്ര വിവാഹവും എല്ലാം നടത്താൻ മുൻകൈ എടുത്ത ആൾക്കാർ സംഘടിപ്പിച്ച യുക്തിവാദി പ്രസ്ഥാനമാണ് ഇതിന് ഏറ്റവും നല്ല വേദി എന്നുള്ള അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതുപോലെയുള്ള ആൾക്കാർ MC ജോസഫ് അടക്കമുള്ള പവനടക്കമുള്ള ആൾക്കാരുമായിട്ട് നമ്മളുടെ ആദ്യകാല പ്രവർത്തകരുമായിട്ടൊക്കെ തന്നെ കണ്ട് ആ രംഗത്ത് അവരോട് ചേർന്ന് ആ ആദ്യകാല യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ മഹാരഥന്മാരോട് ചേർന്ന് പ്രവർത്തിക്കാൻ അവരെ നമ്മുടെ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ആദ്യമായിട്ട് ഇതുപോലെയുള്ള ഒരു മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളെ ഈ എഴുമല പ്രദേശത്ത് എവിടെയോ കൊണ്ടുവന്ന ഒരു യോഗം നടത്താൻ അന്ന് അതിനെതിരായിട്ട് വലിയ ഇതിനെതിരായിട്ടുള്ള പ്രചരണങ്ങളും അനുകൂലമായിട്ടുള്ള പ്രചരണങ്ങളും ഒക്കെ വരികയും അന്ന് ഇവിടെ ഇതൊക്കെ ഉണ്ടായെങ്കിൽ പോലും അവിടെ വിജയപ്രദമായി ഈ യുക്തിവാദ സംഘത്തിന്റെ അന്നത്തെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഇവിടെ വന്ന് യോഗങ്ങൾ നടത്താനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ സ്വന്തം ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കയ്യിലിരിക്കും. അത് മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും കടന്നുകൊണ്ട് ജനതയ്ക്കിടയിലുള്ള ഈ അന്ധവിശ്വാസം ഇല്ലാതാക്കുന്നതിന്, ജാതിസ്പർദ്ധ ഇല്ലാതാക്കുന്നതിന്, അവർക്ക് സ്വന്തമായി നിലനിൽക്കുന്നതിനുള്ള ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്കും കഴിയാവുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കമ്പനികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്നും വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുമല്ലോ. ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിന്, അത് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നതിനൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ നേതൃത്വം കൊടുക്കുവാനും അത് തനിക്ക് തോന്നുന്നത് ശരിയെന്ന് തോന്നുന്ന ആ ഒരു ആദർശത്തിന് വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രായവും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും അനുഭവിക്കുകയും അതെല്ലാം നേരിട്ട് കൊണ്ട് തന്നെ ജീവിത സായാഹ്നത്തിലും ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നേരിട്ടപ്പോഴും പതറാതെ മുന്നോട്ട് പോകാനും കഴിഞ്ഞൊരു വ്യക്തിയാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മുടെ ഇവിടെ പ്രദേശത്തിൽ സ്വാഭാവികമായിട്ടും ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വെച്ച് തന്നെ ശരീരം സ്വയം പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വരും മറ്റുള്ള സഹായം വേണ്ടി വരും. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ മകൻ താമസിക്കുന്ന തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും അത് കഴിഞ്ഞ് 10-20 വർഷമായിട്ട് അവിടെ അദ്ദേഹം താമസിക്കുകയൊക്കെ ചെയ്തു. DP ഒക്കെ 2 പ്രാവശ്യം പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോണിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് DPക്ക് എന്നുള്ള അത്ര ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഇല്ല. ഞാൻ സന്ദർഭങ്ങളിൽ അദ്ദേഹമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരിചയമാണ് എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായത്. അപ്പൊ ആ ഒരു വലിയ മനുഷ്യൻ, വളരെ വലിയ ഒരു മനസ്സിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ,
സർവോപരി ഒരു അടിയുറച്ച യുക്തിവാദി. അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുമ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മപദമായിരുന്ന നമ്മുടെ ഈ പ്രദേശത്ത് വെച്ച് ഒരു യോഗം നടത്തി ഒരു അനുസ്മരണം നടത്തണമെന്ന് വിദ്യാസംഘം ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പൊ ഇവിടെ പ്രായോഗികമായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഈ വന്നത്തിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു പ്രദേശമാണെങ്കിൽ പോലും ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു യോഗം നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം നമ്മൾ ഇവിടെ വെച്ച് ഒരു യോഗം വിളിച്ചു കൂട്ടിയത്. ഇതിനകത്ത് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഞാൻ പിന്നെ എന്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. ഈ അനുസ്മരണം അതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നവരെ സമയത്തെ തയ്യാറാകാം. DP ഒന്ന് സംസാരിക്കും.